സിദ്ധാർത്ഥിന്റെ മരണം കേരളം ചർച്ച ചെയ്യുകയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇപ്പോഴും 8 പേർ ഒളിവിലാണ്. ഇന്നലെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K. അരുൺ, K. അഖിൽ എന്നിവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. 24 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിന് SP T. നാരായണന്റെ നേതൃത്വത്തിൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. DYSP സജീവ് TN അന്വേഷണ ചുമതല. അതിനിടെ മർദ്ദന വിവരം അറിയിക്കാൻ വൈകിയതിൽ സർവകലാശാല രജിസ്ട്രാർ ഡീനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഗവർണറും മന്ത്രിമാരും ഉൾപ്പെടെ നെടുമങ്ങാട്ടെ വീട്ടിൽ ഇന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. She will come here or I will go here? I will. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമാണെന്ന് ഗവർണർ പറഞ്ഞു. സംഭവത്തിൽ ഗവർണർ DGPയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. Asked my office to refer it to the DGP, and we got a reply yesterday saying that 7 people have been arrested. You are talking about SFI activists being involved. Everybody is, even police is admitting it. Everybody knows about it. പോലീസ് SFIയെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. CPM അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് മണിക്കൂറുകളോളം നീണ്ട ക്രൂരമായ ആക്രമണം നടന്നിട്ടും ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റൽ വാർഡന്റെ ജോലിയല്ല. യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടും ആരോടും ഇത് പറയരുതെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം SFIയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു ആദ്യം മുതലേ. അത് ചേർന്നില്ല എന്നുള്ള കാരണത്തിലാണ്. അതുപോലെ സിദ്ധാർത്ഥ് ആ കോളേജിലെ തന്നെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അത് അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഭാഗമാക്കാൻ അവർക്ക് പറ്റുന്നതിനുള്ള അസ്വസ്ഥത, ഇതാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കോളേജ് ഹോസ്റ്റലിലെ ഡീൻമാരും ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാരുടെയും റോള്? 1998 നമ്മൾ നിയമം മൂലം നിരോധിച്ചതാണ് റാഗിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു, ആ സബ്ജക്ട് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. പിന്നീട് കേന്ദ്ര നിയമവും വന്നു. ഇത് റാഗിങ് മാത്രമല്ല, ഇത് ക്ലിയറായിട്ട് മനഃപൂർവ്വമായി ആൾക്കൂട്ടം ഏറ്റവും ഭാവിയിലേക്ക് കരുത്തു പിടിച്ചു പോകുന്നൊരു ചെറുപ്പക്കാരനെ കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പം നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ്. വെറും പാർട്ടി ഗ്രാമങ്ങൾ. മുടക്കോഴി മലയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വന്നവർക്ക് ആരും പിടിക്കപ്പെടാതെ നിൽക്കുന്ന. അപ്പോൾ ഈ കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ, ഇത്തരം ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ആൾക്കൂട്ടാക്രമണത്തിന്റെ വേദികൾ. അപ്പോൾ ഇവിടുത്തെ ഡീൻമാർ, യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ അവരെന്താണ് ചെയ്യുന്നത്? ഇതിനകത്ത് അധ്യാപക സമൂഹവും കൂടെ പ്രതിക്കൂട്ടിലാണ് പൂർണ്ണമായിട്ടും. ഗവൺമെന്റ് വളരെ നന്നായിട്ട് ഇടപെട്ടതാണ്. ഈ നിമിഷങ്ങൾക്കകം, ദിവസങ്ങൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ആധാരമായ കക്ഷികളെ ഇതിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. അത് ഏത് പ്രതിയാണെങ്കിലും ആ പ്രതി കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷണ നടപടിയിലേക്ക് കൊണ്ടുപോകും. സിദ്ധാർത്ഥിന്റെ മരണം കേരളം ചർച്ച ചെയ്യുകയാണ്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടതോടെ അന്വേഷണത്തിൽ അല്പം വേഗത കൈവരികയും ചെയ്തിട്ടുണ്ട്. ജിൻസ് വയനാട്ടിൽ നിന്നും, ഒപ്പം BB അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുകയാണ്.
ആദ്യം വി അരുണിലേക്ക് നമുക്ക് പോവാം. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നത് പലതരത്തിലാണ്. ഒന്ന്, മുഖ്യമന്ത്രിയാണ് SFI ഇങ്ങനെ അഴിഞ്ഞ് വിടുന്നത് എന്ന ആരോപണം പ്രധാനമായിട്ടും അരുൺ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. വിവിധ ആളുകളെത്തി രാഷ്ട്രീയപരമായി ഈ വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണം ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങേറ്റം സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്? തീർച്ചയായും ഇതൊരു ക്യാമ്പസിലെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ സംസ്ഥാനം നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രചരണ ആയുധമായി കൂടി ഇത് മാറുമെന്ന് ഉറപ്പാണ്. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നിവിടെ സന്ദർശിച്ച ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അക്രമത്തിന് SFIക്കാർക്ക് DYFIക്കാർക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന മുഖ്യമന്ത്രിയാണ്. നമുക്ക് നവകേരള സദസ്സിന്റെ സംഭവങ്ങൾ കൂടി പരാമർശമുണ്ട്. അത്തരം വിമർശനങ്ങൾ SFIക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനവും വളരെ നിർണായകമാണ്. SFIക്കാർ, ഈ വിദ്യാർത്ഥികൾ, യുവാക്കൾ, അവരെ പാർട്ടി നേതാക്കളുടെ അടിമകളാക്കി ദീർഘകാലം നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇങ്ങനെ അക്രമത്തിന് അവർക്ക് പരിശീലനം നൽകുന്നവരെ, അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്ന വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. നേതാക്കളുടെ ആർമികളായി ഇവർ മാറും. കേസുകൾ പെടുന്നതോടുകൂടി പതിറ്റാണ്ടുകൾ കേസുമായി നടക്കേണ്ടി വരും. അവർക്ക് മറ്റ് ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് സാഹചര്യമുണ്ടോ? അങ്ങനെ പാർട്ടി നേതാക്കളുടെ അടിമകളായി, ആർമികളായി ഈ ചെറുപ്പക്കാരെ മാറ്റുന്നുവെന്ന ഗുരുതരമായ ആരോപണം TP കേസിന്റെ പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ഉന്നയിച്ചത്. അക്രമത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പിന്തിരിയണമെന്ന ആഹ്വാനം അദ്ദേഹം നടത്തി. SFI വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ടെന്നും വസ്തുതയാണ്. ഇന്ന് അല്പസമയം മുമ്പ് വിദ്യാർത്ഥിയുടെ സിദ്ധാർത്ഥിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ SFIക്ക് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇവിടെ സിദ്ധാർത്ഥ് വീണ്ടും സമീപം SFI പ്രവർത്തകർ ഫ്ലക്സ് കൊണ്ടുവച്ചിരുന്നു. അത് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. തന്റെ മകൻ ഒരു ഘട്ടത്തിലും SFI ആയിരുന്നില്ല. ഈ കുടുംബത്തിന് CPM ബന്ധമുണ്ട്, പശ്ചാത്തലമുണ്ട് മാറ്റി നിർത്തിയാൽ ഒരു കാരണവശാലും ഈ സിദ്ധാർത്ഥിന് SFIയുമായി ബന്ധമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം, വളരെ രൂക്ഷമായ പ്രതികരണമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ SFIക്കെതിരെ നടത്തിയത്. സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ SFI ഫ്ലക്സ് വച്ചിരുന്നു. മരണവും മുതലെടുക്കുന്ന ചെറ്റകളാണ് SFI എന്ന അതിരൂക്ഷമായ വിമർശനമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് ഉന്നയിച്ചത്. പലതവണ ഫ്ലക്സ് മാറ്റാൻ ആവശ്യപ്പെട്ടും തയ്യാറാകാത്ത അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അങ്ങനെ SFI വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നു. സ്വാഭാവികമായി ചെന്നെത്തുക CPMലേക്കും സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ ആഘാതം നേരിട്ട് ചെന്നെത്തുക. സജിത്ത്, അരുണ്, ഇത് പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? മുഖ്യമന്ത്രിക്കാണ് SFI ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണം. അവരാരെ ലക്ഷ്യമിടുന്നുവെന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധാർത്ഥിന്റെ മരണം SFIക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, CPMനെതിരെ പ്രതിപക്ഷം കൃത്യമായി തന്നെ ഉന്നയിക്കും, അല്ലേ? തീർച്ചയായിട്ടും വലിയൊരു പ്രചരണ വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അതിന്റെ എല്ലാ സൂചനകളും എത്രത്തോളം പ്രാധാന്യത്തോടെ രാഷ്ട്രീയ കേരളം ഇത് കാണുന്നു. നമുക്കറിയാം, എല്ലാവരെയും വിഷമിപ്പിച്ച, എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഇത്തരമൊരു മരണം. അത് മരണമല്ല, കൊലപാതകം എന്ന ഇതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വിമർശനങ്ങൾ പോകുന്നത്. ആ രീതിയിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. സ്വാഭാവികമായും കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ആരാണ് അതിന് പിന്നിൽ? SFI ആണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടന. അവർക്ക് ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം കേസിൽ പ്രതിയാകുമ്പോൾ അത് ഒരു ഗുരുതരമായ ഒരു വിമർശനം സർക്കാരിനെ കൂടി മാറുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ സമീപകാലത്തിലെ പ്രസ്താവനകളൊക്കെ ഇതുമായി ചേർത്ത് വെച്ചാണ് മുഖ്യമന്ത്രി അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് വലിയൊരു ചൂടേറിയ ചർച്ചാ വിഷയമായി മാറും, പ്രചരണ വിഷയമായി മാറുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കാസർകോട്ടെ കോൺഗ്രസ് പ്രവർത്തകരായ ശരത്തിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ കൊലപാതകം നടക്കുന്നത്. അന്ന് വലിയ പ്രചരണ വിഷയമായി മാറി. വലിയ തിരിച്ചടി ആ ജില്ലകളിലടക്കം, കാസർഗോഡ് പോലുള്ള വടക്കൻ ജില്ലകളിൽ CPMനെ ഉണ്ടാക്കിയതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ CPMന് നേരിട്ട് പങ്കില്ലാത്ത വിഷയമാണെങ്കിൽ പോലും CPMന്റെ വിദ്യാർത്ഥി സംഘടന, SFI പ്രവർത്തകർ, SFI യൂണിറ്റ് സെക്രട്ടറി അടക്കം ഇത്തരമൊരു റാഗിംഗ് കേസിൽ പ്രതിയാകുമ്പോൾ അതൊരു ആൾക്കൂട്ട വിചാരണയ്ക്ക് തുല്യമായ റാഗിംഗ് ആയി മാറുമ്പോൾ, അങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസായി മാറുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഈ പ്രശ്നത്തിന്റെ ആഘാതം, പ്രതികൾ ഇതുവരെയും ഇനിയും 8 പേർ പിടിയിലാകാനുണ്ട്. അവരെ അറസ്റ്റ് വൈകുന്നത് പോലും നേതാക്കളുടെ ഇടപെടലുകളാണ് എന്ന വിമർശനമുണ്ട്. SFI ആണ്, CPM ആണ് പ്രതികളെ സംരക്ഷിക്കുന്ന ആരോപണമുണ്ട്. സ്വാഭാവികമായും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെതിരെ, സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിച്ച വലിയൊരു ആയുധമായി മാറുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം. വളരെ നന്ദി. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് സിദ്ധാർത്ഥിന്റെ മരണം എന്നതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഇനി നമ്മൾ വരുമ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ
SFI ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ കുടുംബം ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെയാണ് രൂക്ഷമായ പ്രതികരണം ഇതിനെതിരെ നടത്തിയത്. മരണത്തെ പോലും ആഘോഷമാക്കുക, അവസരമാക്കുകയാണ് SFI ചെയ്തത് എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തനാണെന്ന് പൂർണ്ണമായി ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയ്ക്ക് എനിക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. പൂർണ്ണ തൃപ്തനാണെന്ന് പറയാൻ പറ്റില്ല. പൂർണ്ണ തൃപ്തനാണെന്നുണ്ടെങ്കിൽ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് ഈ 18 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. 18 പേരുടെ ലിസ്റ്റ് ഉണ്ടായിട്ട് 9 പേരെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത്. ശരി, അതിൽ പോലീസിന്റെ വീഴ്ചയെന്ന് ഞാൻ പറയുന്നില്ല, അതിന് തൃപ്തനല്ല എന്ന് പറയുന്നത്. അവരെ സംരക്ഷിക്കുന്നത് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ വെറും ഒരു SFI കാരല്ല, SFIയുടെ പ്രവർത്തകരല്ല, SFIയുടെ നേതാക്കളാണ് ചെയ്തേക്കുന്നത്, വെറും പ്രവർത്തകരല്ല. അതുകൊണ്ട് ആ നേതാക്കൾ ചെയ്യുമ്പോഴേ ആ നേതാക്കൾ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം, ഇതെല്ലാവർക്കും അറിയാം. അവിടെ കുടുംബത്തിന് അന്വേഷണത്തിൽ തൃപ്തിയില്ല, ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കുടുംബം കടുത്ത നിലപാടിലേക്കാണ്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പലരെത്തി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നഷ്ടം വലുതാണ് എന്നതാണ് സാഹചര്യം. എന്താണ് ഈ അന്വേഷണം കൂടി നടക്കുന്നത്, നമുക്ക് അതുകൂടി പരിശോധിക്കാം. പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം, 8 പ്രതികൾ ഇപ്പോഴും കാണാമറയത്തെന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടിയുണ്ട്. ജിൻസ് വയനാട്ടിൽ നിന്നും ചേരുന്നു. ജിൻസ്, 8 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഈ പോലീസിന്റെ അന്വേഷണം വേഗത കൈവരിച്ചോ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ വന്നതോടെ? എന്താണ് സാഹചര്യം? സജിത്ത്, ഈ സിദ്ധാർത്ഥിന്റെ മർദ്ദനത്തിൽ 3 പ്രതികൾ കൂടി പിടിയിലായതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 10ആയി. അതേസമയം തന്നെ 8 പേർ ഇപ്പോഴും ഒളിവിലാണ്. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ, അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ എന്നിവരായിരുന്നു ഇന്നലെ രാത്രി ഈ ഡിവൈഎസ്പിക്ക് മുന്നിൽ കീഴടങ്ങിയത്. അതേസമയം തന്നെ മറ്റൊരു പ്രതിയെ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം വർക്കല സ്വദേശി ആസിഫ് ഖാനെയാണ് അറസ്റ്റ് ചെയ്തത്. 2ാം വർഷ വിദ്യാർത്ഥിയാണ്. വർക്കല വീട്ടിൽ വെച്ചായിരുന്നു ഈ പ്രതിയെ പിടികൂടിയത്. എന്തായാലും നിലവിൽ ഇവരുടെ അറസ്റ്റ് ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. അതേസമയം തന്നെ ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം വ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ 24 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിൽ SP T നാരായണനാണ് നേതൃത്വം നൽകുന്നത്. അതേസമയം തന്നെ ഈ കേസിന്റെ ചുമതലയുള്ളത് DYSP സജീവ് ആണ്. ഈ കേസിൽ 20ഓളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം തന്നെ 10 പേരെയാണ് ഇതുവരെ പിടികൂടിയത്. മറ്റു പ്രതികൾക്കായി ഉടൻ തന്നെ പിടികൂടുമെന്നും അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതുമായാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. സഞ്ജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ അന്വേഷണ സംഘം നിലവിൽ വന്നതോടെ വേഗത്തിൽ കാര്യങ്ങൾ നീളുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഇപ്പോഴും 8 പ്രതികൾ കാണാമറയത്ത് എന്നതാണ് സാഹചര്യം. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിൽക്കാൻ കേരള പൊതുസമൂഹത്തിന് കഴിയട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം.